ഹായ് എവരി വൺ, വെൽക്കം ടു ടേസ്റ്റി ഹോംലി ട്രീറ്റ്സ്. കൊറോണ കാലമാണ്. നമ്മളെല്ലാവരും ലോക്ക്ഡൗണിൽ വെറുതെ ഇരിക്കുന്ന സമയമാണ് വീട്ടിൽ. ഈ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല നാടൻ എരിവുള്ളൊരു മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാത്രത്തിൽ 2 കപ്പ് കടലമാവ് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം കൈകൊണ്ട് നമുക്കത് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി അതിലേക്ക് എരിവിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം എടുത്ത് കുറേശ്ശെയായി ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ദേ ഈ പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഒരു സേവനാഴി എടുത്ത് അതിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കുക. ഈ മിക്സ്ചറിൽ ഉണ്ടാവുന്ന ആ നൂലപ്പം പോലെയുള്ള ആ സാധനം ഉണ്ടാക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അങ്ങനെ സേവനാഴിയിൽ നിറച്ചതിന് ശേഷം സ്റ്റൗവിൽ അടുപ്പത്ത് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം സേവനാഴി ഉപയോഗിച്ച് നമ്മളത് ചുറ്റി വറുത്ത് എടുക്കണം. നല്ലവണ്ണം മുരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് 2 പുറവും വറുത്തെടുക്കുക. അധികം കരിഞ്ഞു പോകാതെ നല്ല സ്റ്റിഫായ രീതിയിൽ നമ്മളത് വറുത്തെടുക്കണം. അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന എല്ലാ മാവും ഈ സേവനാഴിയിലിട്ട് നമുക്ക് ചുറ്റി വറുത്തെടുക്കാം. അങ്ങനെ കുഴച്ച് വെച്ച മാവ് മുഴുവൻ സേവയിലിട്ട് വറുത്തെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവ് പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ്ചറിലേക്കുള്ള ബൂന്തി ഉണ്ടാക്കാനാണ് നമ്മളിത് ഈ മാവ് എടുക്കുന്നത്. അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളത് കലക്കിയെടുക്കണം. കട്ട കെട്ടാതെ അത് കലക്കിയെടുക്കണം. അതിൻ്റെ ബാറ്റർ നന്നായി ലൂസാവാനും പാടില്ല, എന്നാൽ കട്ടിയാകാനും പാടില്ല. ഈ രീതിയിലുള്ള ബാറ്ററാണ് തയ്യാറാവേണ്ടത്. ഈ ബാറ്റർ തയ്യാറായതിന് ശേഷം നമ്മൾ വീണ്ടും ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ നോക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അരിപ്പ, ഇതുപോലെയുള്ള അരിപ്പയെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റി എടുക്കുക. അപ്പോൾ ബൂന്തിയായി എണ്ണയിലേക്ക് വീഴും. അത് വറുത്ത് കോരിയെടുക്കണം. അങ്ങനെ കലക്കി വെച്ചിരിക്കുന്ന ആ മാവ് മുഴുവൻ ഇതുപോലെ ബൂന്തി ഉണ്ടാക്കി എടുക്കുക. നമ്മളിവിടെ വളരെ കുറച്ച് മാവാണ് ഉപയോഗിക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി വളരെ കുറച്ച് അളവിലാണ് മാവുകളൊക്കെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലെ മിക്സറിലേക്ക് ആവശ്യമായി കുറച്ച് നിലക്കടല വറുത്ത് കോരി എടുക്കുക. അതിനുശേഷം വെള്ള അവൽ, 1 കപ്പ് വെള്ള അവലും വറുത്ത് കോരിയെടുക്കാം. നമുക്ക് മിക്സ്ചറിൽ എന്തൊക്കെ ചേർക്കാം അതൊക്കെ നമുക്കിതിൽ വറുത്ത് ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇവിടെ ഞാൻ വെള്ള അവൽ എടുത്തിട്ടുണ്ട്, അതുപോലെ നിലക്കടല എടുത്തിട്ടുണ്ട്, പിന്നെ പൊട്ടുകടല എടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. പിന്നെ 2-3 വറ്റൽ മുളകും ചെറുതായി മുറിച്ച് വറുത്ത് കോരിയെടുക്കുക. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും വറുത്ത് കോരി എടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ മിക്സ്ചറിൽ എന്തൊക്കെ ചേർക്കണമോ അതൊക്കെ വറുത്ത് കോരി എടുത്തെടുക്കുക. അതിനുശേഷം ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ആ സേവയിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ്
കൈ കൊണ്ട് ഒന്ന് ഞെടിച്ച് പൊടിച്ചെടുക്കുക. വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈ കൊണ്ട് പതുക്കെ ഞെരടി ഒന്ന് ഒതുക്കിയെടുക്കാം. വളരെ അധികം വലുപ്പമില്ലാത്ത രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഞെരടി പൊടിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകളും ചേർത്ത് കൊടുക്കണം. ഇനി എരിവിനായിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാ ഭാഗത്തും ഉപ്പും മുളക് പൊടിയും വീർക്കത്ത രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. എരിവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിൽ മുളക് പൊടി ചേർക്കാം. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കാം. അങ്ങനെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന ആ എരിവുള്ള മിക്സ്ചർ നമുക്ക് എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചായയുടെ കൂടെയും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ ശ്രമിക്കണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.